ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ മൈൻഡിൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അച്യുതാനന്ദ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് PYQസും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി മാസ്റ്റർ മൈൻഡിൻ്റെ ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ഏറ്റവും ബേസിക് മുതൽ പറഞ്ഞു തുടങ്ങുന്ന എല്ലാ കോൺസെപ്റ്റുകളും കവർ ചെയ്ത് പോകുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, കുറച്ചും കൂടെ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മുൻവർഷ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2:x = 5/7 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര? ഓക്കെ, നിങ്ങൾ ഈ ഒരു സാധനം പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? a/b = c/d എന്നുള്ളൊരു സാധനം പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? അതായത് എ എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് x ആണ്, സി എന്ന് പറയുന്നത് 5 ആണ്, ഡി എന്ന് പറയുന്നത് എന്താണ്, ഡി എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ 2/x = 5/7 പ്രപ്പോർഷൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എക്സിൻ്റെ വാല്യൂ ആണ് അല്ലേ, എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 7 × 2 40 ഡിവൈഡഡ് ബൈ 5x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കാണാൻ x = 40 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? 2.80 എന്ന് വരും. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, 2.80 ഓപ്ഷൻ സി. അതായത് നമ്മൾ പഠിച്ച സാധനം തന്നെയാണ്. പ്രൊപ്പോർഷൻ്റെ ആ ഒരു ഫോർമുല എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ എഴുതിയാൽ മതി. a/b = c/d, 2/x = 5/7. എക്സിൻ്റെ വാല്യൂ കാണാൻ 40 ഡിവൈഡഡ് ബൈ 5 2.80. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, p/q = 8:15, q/r 3:2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ p/q/r കണ്ടെത്തുക. ഓക്കെ, ഇതിനകത്ത് ചെറിയ സാധനങ്ങളൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഓക്കെ, p/q എന്ന് അതായത് ഇവിടെ ചോദിച്ചേക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് p/q എന്ന് പറയുന്നത് 8:15 ആണ്. അതുപോലെ തന്നെ q/r എന്ന് പറയുന്നത് 3:2 ആണ്. p/q/r കണ്ടെത്തുക. എങ്ങനെയാണ് കണ്ടെത്തുക? p/q/r അത് ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അങ്ങോട്ട് എഴുതി വെക്കുക. ഓക്കെ, p/q/r എന്നുള്ളത് ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, അങ്ങോട്ട് എഴുതി വെക്കുക. ഇനി 8:15, p/q എന്ന് പറയുന്നത് എത്രയാണ്? 8:15. ഇനി q/r എത്രയാണ്? ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ. q/r എത്രയാണ്? 3:2. ഈ രണ്ട് സൈഡും ഗ്യാപ്പ് വന്നേ, ഈ ഗ്യാപ്പ് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. എങ്ങനെ ഫില്ല് ചെയ്യണം? ഗ്യാപ്പിന്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാണോ അത് എഴുതണം. ഈ ഗ്യാപ്പിന്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാ? ഈ ഗ്യാപ്പിന്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്? 15 ആണ്. ഇവിടെ 15 എഴുതി. ഇവിടെയോ ഈ ഗ്യാപ്പിന്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാ? 3 ആണ്. അതുകൊണ്ട് 3 എഴുതി. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ? വെർട്ടിക്കലി. ഓക്കെ, 8 × 3 24, 50 × 3 50, 50 × 3 45, പിന്നെ 50 × 2 30, 24:45:30 കിട്ടി. കട്ട് ഷോട്ട് ചെയ്തൂടെ? എങ്ങനെ കട്ട് ഷോട്ട് ചെയ്യാം? കോമൺ ആയിട്ട് പോകുന്ന നമ്പർ ഏതാ? 3 പോകും അല്ലേ. സോ 24 ഡിവൈഡഡ് ബൈ 3 8, 45 ഡിവൈഡഡ് ബൈ 3 15, 30 ഡിവൈഡഡ് ബൈ 3 10. സോ ഫൈനൽ ആൻസർ 8:15:10. ഓപ്ഷൻ സി, 8:15:10. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 3 സംഖ്യകളുടെ തുക 98 ആണ്. ആദ്യത്തെയും രണ്ടാമത്തെയും സംഖ്യകളുടെ അനുപാതം 2:3 ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യകളുടെ അനുപാതം 5:8 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്ര? അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. അതായത് ഫസ്റ്റ് നമ്പർ ഇസ്റ്റു സെക്കൻഡ് നമ്പർ ഇസ്റ്റു തേർഡ് നമ്പർ, അതിൻ്റെ റേഷ്യോ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതാണ് ആദ്യം കാണേണ്ടത്. ഓക്കെ, എന്താണ് ഫസ്റ്റ് നമ്പർ? എന്താണ് ആദ്യം ഇത് എഴുതുക. ഫസ്റ്റ് നമ്പർ ഇസ്റ്റു സെക്കൻഡ് നമ്പർ ഇസ്റ്റു തേർഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ഇസ്റ്റു സെക്കൻഡ് നമ്പർ ഇസ്റ്റു തേർഡ് നമ്പർ. ഓക്കെ, ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സെക്കൻഡ് നമ്പർ 3 ആണ്. ഓക്കെ, ഇനി
ഇതെത്രയാണ് വരുന്നത്? സെക്കൻഡ് നമ്പർ ഇസ് ടു തേർഡ് നമ്പർ എത്രയാണ് വരുന്നത്? 5:8 ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം അല്ലേ? ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യും? ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറഞ്ഞത്? ഈ ഗ്യാപ്പിൻ്റെ അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാണോ അതങ്ങോട്ട് എഴുതുക. ഇവിടെ ഏതാണ്? 3. ഇവിടെ ഏതാണ്? 5. ഓക്കെ. അപ്പോൾ 10:15:24. 10:15:24. ഓക്കെ, ക്ലിയർ അല്ലേ? 10:15:24. ഇനി ഇതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റുമോ? അതായത് കട്ട് ഷോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണത്തിന് നമുക്ക് ഏതെങ്കിലും ഒരു കോമൺ വാല്യൂ വെച്ച് കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ഇത് തന്നെയാണ് ഫൈനൽ റേഷ്യോ എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്ര എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ 10 യൂണിറ്റും 15 യൂണിറ്റും 24 യൂണിറ്റും കൂടെ ചേർന്നാൽ നമുക്ക് എത്ര കിട്ടും? 98 കിട്ടും. അതായത് 24ഉം 10ഉം 15ഉം എത്ര വന്നു? 25 വന്നു. 25ഉം 24ഉം എത്ര വന്നു? 49 യൂണിറ്റ് എന്തിന് ഇക്വലൻ്റ് ആണ്? 49 യൂണിറ്റ് എന്തിന് ഇക്വലൻ്റ് ആണ്? 98 ഇക്വലൻ്റ് ആണ്. 49 യൂണിറ്റ് 98 ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എത്ര വന്നു? 98/49. ഒരു യൂണിറ്റ് 2 ആണെന്ന് കിട്ടി. ചോദിച്ചേക്കണത് രണ്ടാമത്തെ സംഖ്യ എത്ര? ഒരു യൂണിറ്റ് 2 ആണ്. രണ്ടാമത്തെ സംഖ്യയുടെ റേഷ്യോ 15 ആണ്. 15 × 2 നമ്മുടെ ആൻസർ 30. ഓപ്ഷൻ എ 30. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ക്ലിയർ? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് പ്രൊപ്പോർഷൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണത്. എന്താണ്? 5, 8, 15 എന്നിവയുടെ നാലാമത്തെ അനുപാതം, അതായത് ഫോർത്ത് പ്രൊപ്പോർഷണൽ കാണുക. എങ്ങനെയാ കാണുക? 5/8 = 15/x. ഇതല്ലേ ഫോർത്ത് അല്ലേ? അപ്പോൾ 15/x. അപ്പോൾ 15 × 8 എത്ര വന്നു? 15 × 8 ഡിവൈഡഡ് ബൈ 5. ഇങ്ങനെ 15 × 8 കണ്ട് ഡിവൈഡഡ് ബൈ 5 ഒന്നും ചെയ്യണ്ട, കട്ട് ഷോട്ട് ചെയ്യുക. എത്ര പോയി? 3. 15ൽ 3 അല്ല, 15ൽ 5 3 പ്രാവശ്യം. 8 × 3 24. ആൻസർ ഓപ്ഷൻ ബി 24. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. പ്രാക്ടീസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? ABC എന്നിവരുടെ ശമ്പളങ്ങൾ 2:3:5 എന്നുള്ള അനുപാതത്തിലാണ്. അവരുടെ ശമ്പളത്തിൽ യഥാക്രമം 15%, 10%, 20% വർധനവ് നൽകിയാൽ പുതിയ ശമ്പളത്തിൻ്റെ അനുപാതം എത്ര? നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2:3:5ക്ക് പാരലൽ ആയിട്ടുള്ള ഒരു നമ്പർ എഴുതുക. അതായത് ആ നമ്പർ കട്ട് ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2:3:5 തന്നെ കിട്ടണം. അത്രേ ഉള്ളൂ, വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഞാനിപ്പോൾ എടുക്കുന്നത് 200ഉം 300ഉം 500ഉം ആണ്. ഓക്കെ, 500ഉം ആണ് ഞാൻ എടുക്കുന്നത്. 200ഉം 300ഉം 500ഉം. അതായത് ഇതിൻ്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഇതിനെ കട്ട് ഷോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 2:3:5 തന്നെ കിട്ടണം. ഇനിയിപ്പോൾ നിങ്ങൾ 2000 എടുത്താലും കുഴപ്പമില്ല, 2 ലക്ഷം എടുത്താലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം എന്ന് കൊണ്ട് എടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ 2 കോടി, 3 കോടി, 5 കോടി എന്ന് കൊണ്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ കുറച്ചും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം എന്താണ്? ഒരു 100ൽ 100ലൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇവരുടെ ശമ്പളം, അതായത് എത്ര കൂടി? എയുടെ ശമ്പളം 15% കൂടി. അതായത് 200 × 15/100 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 30 കിട്ടും. അപ്പോൾ ആ 30 കൂടി എത്ര വന്നു? 230 ക്ലിയർ അല്ലേ? ഇനി ബിയുടെ സാലറി 300 ആണ്. 300ൽ എത്ര കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്? 10 കൂടി. 300ൻ്റെ 10% എന്ന് പറയുന്നത് 30 വരും. ആ 30 ഇവിടെ കൂടിക്കഴിഞ്ഞാൽ 300 + 30 330. ഓക്കെ, 330. ഓക്കെ, എങ്ങനെ 230 വന്നതെന്ന് അറിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, അതായത് 200ൻ്റെ 15% കൂട്ടിയേക്കുന്നത്. 200ൻ്റെ 15% എന്ന് പറയുന്നത് 30 ആണ്. ആ 30 200ൻ്റെ കൂടെ കൂട്ടിയപ്പോൾ 230 300ൻ്റെ കൂടിയേക്കുന്നത്, അതായത് ബിൻ്റെ കൂടിയേക്കുന്നത് 10% ബിയുടെ സാലറി 300 ആണ്. 300ൻ്റെ കൂടെ 10% കൂടിയാൽ 300ൻ്റെ 10% എന്ന് പറയുന്നത് 30. 300 + 30 330. അടുത്തത് 500. സിൻ്റെ എത്രയാണ്? 500 രൂപയാണ് സാലറി. അവിടെ എത്ര കൂടി? 20% കൂടി. 500 × 20/100 എത്ര വന്നു? 100 വന്നു. അപ്പോൾ 500 + 100 എത്ര വന്നു?
600 വന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 230/330/600. ഇതാണ് എന്ത് ഇവരുടെ പുതിയ സാലറിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എയിൻ്റെ സാലറി 230 എയിൻ്റെ സാലറി 230 ബിൻ്റെ സാലറി 330 സിൻ്റെ സാലറി 600. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ റേഷ്യോ കാണുക. എന്ത് ചെയ്യുക? 0 അങ്ങോട്ട് കട്ട് ചെയ്ത് വിടുക. 23:33:60. ഈ 23-നെയും 33-നെയും 60-നെയും കോമൺ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-നെ നമുക്ക് 33-ഉം 60-ഉം വെച്ചിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 23-നെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്താണ് ഇവിടെ ഇനി കട്ട് ഷോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-നെയും ഈക്വലായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന 3-നെയും കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കോമൺ വാല്യൂ വേണം. അങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യുക? ഫൈനലൈസ് ചെയ്യുക. സോ ദ ഫൈനൽ ആൻസർ ഈസ് 23:33:60. അതായത് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അനുപാതം എന്ന് പറയുന്നത് 2:3:7 ആണെങ്കിൽ ഏറ്റവും വലിയ കോണിൻ്റെയും ഏറ്റവും ചെറിയ കോണിൻ്റെയും അനുപാതം കണ്ടെത്തുക. അതായത് ഇവിടെ ചോദിച്ചേക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 180 ആണെന്നറിയാം. അതായത് ഇപ്പോൾ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇത് സെഡ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 180 ആയിരിക്കും. അതായത് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ആംഗിളുകളുടെ എന്താ പറയുക റേഷ്യോ എന്ന് പറയുന്നത് 2:3:7 ആണ്. അതായത് 2 യൂണിറ്റ് 3 യൂണിറ്റ് 7 യൂണിറ്റ് ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടണം അല്ലേ? അങ്ങനെയല്ലേ വരേണ്ടത്? ഓക്കെ, അപ്പോൾ എന്താണ് 2 യൂണിറ്റ് പ്ലസ് 3 യൂണിറ്റ് 5 യൂണിറ്റ്, 5 യൂണിറ്റ് പ്ലസ് 7 യൂണിറ്റ് എത്ര വന്നു? 12 യൂണിറ്റ് എന്ന് പറയണത് 180 ആണെന്ന് കിട്ടി. 1 യൂണിറ്റ് എന്ന് പറയണത് 180/12 എത്ര വന്നു? 15 ആണെന്ന് വന്നു. 1 യൂണിറ്റ് 15 ആണ്. ഇനി എന്താ പറഞ്ഞേക്കണത്? ഇത് ക്ലിയർ അല്ല, ഞാൻ മാക്കിയാണേ. എന്താ പറഞ്ഞേക്കണത്? വലിയ കോണിൻ്റെയും ചെറിയ കോണിൻ്റെയും അനുപാതം കണ്ടെത്തുക. അനുപാതം കണ്ടെത്തണമെങ്കിൽ ആദ്യം വലിയ കോൺ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഏതാ വലിയ കോണ്? 7 ആണ് വലിയ കോൺ എന്ന് പറയുന്നത്. 1 യൂണിറ്റ് 15 ആണെങ്കിൽ 15 × 7 105. ഇനി ചെറിയ കോൺ ഏതാണ്? 2 ആണ്. 1 യൂണിറ്റ് 15 ആണെങ്കിൽ 15 × 2 30. 105:30. നമുക്ക് എന്തിൽ ഡിവൈഡ് ചെയ്യാം? 15 ഡിവൈഡ് ചെയ്തൂടെ? ഏതാ ഇത് ഡിവൈഡ് ചെയ്തിട്ട് പോകുന്നൊരു സാധനം പറഞ്ഞേ. ഓക്കെ, 5 ചെയ്ത് നോക്കിക്കേ. 5 ചെയ്ത് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21:6 കിട്ടും. ഒന്നും കൂടെ കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റില്ലേ? എങ്ങനെയാണ്? 3 പോവും. അപ്പോൾ 7 അതായത് 21/3 7. 6/3 2. 7:2. ക്ലിയർ അല്ലേ? 7:2. ഓപ്ഷൻ സി 7:2. ക്ലിയർ ആയോ? അത്രേ ഉള്ളൂ. അതായത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 എന്ന് അറിയാത്ത ഒരാൾക്ക് ഈ സാധനം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററും മറ്റൊന്നുമായിട്ട് കണക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് സംഗതി നമ്മൾ ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റേഷ്യോയുടെ ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോയിൻസിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ കുറേ അങ്ങോട്ട് വെള്ളം കുടിപ്പിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, രമേഷ് 50 പൈസ, 1 രൂപ, 5 രൂപ നാണയങ്ങൾ യഥാക്രമം 2:3:5 എന്ന അനുപാതത്തിൽ കൈവശം വെച്ചിരിക്കുന്നു. ആകത്തുക 116 ആണെങ്കിൽ അവനുള്ള 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര? ഓക്കെ, ഈ പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എങ്ങനെ ചെയ്യേണ്ടത്? ആദ്യം നോക്കിയേ, ഈ 2:3:5 എന്ന് പറയുന്നത് എന്താണ്? ഇത് കോയിൻസിൻ്റെ റേഷ്യോ ആണ്. ഓക്കെ, ഈ 116 എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. അതായത് ഒരു ബാഗിൽ അല്ലെങ്കിൽ രമേഷിൻ്റെ കയ്യിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ 50 പൈസയുടെ കോയിൻസും കുറേ 1 രൂപയുടെ കോയിൻസും കുറേ 5 രൂപയുടെ കോയിൻസും ഉണ്ട്. ഓക്കെ, ആ കോയിൻസിൻ്റെ റേഷ്യോ ആണ് 2:3:5 എന്ന് പറയുന്നത്. ഇനി ആ കോയിൻസ് എല്ലാം കൂടെ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
116 രൂപ കിട്ടും. ഓക്കെ, ഒരിക്കലും ഇത് കൺഫ്യൂഷൻ ആവരുത്. ആ 2:3:5 എന്ന് പറയുന്നത് ഈ 116 പാരലൽ റേഷ്യോ അല്ല. അത് എന്താണ്? കോയിൻസിന്റെ കൗണ്ടിന്റെ റേഷ്യോ ആണ്. എന്താണ്? കോയിൻസിന്റെ കൗണ്ടിന്റെ റേഷ്യോ. അതായത് 2 യൂണിറ്റ് പ്ലസ് 3 യൂണിറ്റ് പ്ലസ് 5 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 116 എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. അതൊരിക്കലും എന്തല്ല? എമൗണ്ടിന്റെ റേഷ്യോ അല്ല, അത് കോയിൻസിന്റെ റേഷ്യോ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമുക്കിവിടെ എന്താണ് ഒന്ന് ടാലി ആക്കാനായിട്ട് ഒന്നുമില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോയിൻസിന്റെ റേഷ്യോനെ എമൗണ്ടിന്റെ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഈ പറയുന്ന 50 പൈസന്റെ ഇതല്ലേ റേഷ്യോ അല്ലേ ഈ 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? 1 രൂപയുടെ അല്ലേ ഈ പറയുന്ന 3 എന്ന് പറയുന്നത്. ഓക്കെ, 5 രൂപയുടെ അല്ലേ ഈ പറയുന്ന 5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5 × 5 25, 3 × 1 3, 50 × 2 എന്ന് എഴുതരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് റുപ്പീസാണ്, ഇത് പൈസയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇതിനെ എല്ലാത്തിനും പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാത്തിലും റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു പരിപാടിയേ നടക്കുള്ളൂ. ഇപ്പോൾ ഇതിനകത്തുള്ള 2 റുപ്പീസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്യേണ്ടത്? എളുപ്പം ഇതിനൊന്ന് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ പോലെ ഈ 50 പൈസനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അതായത് 50 പൈസ എന്ന് പറയുന്നത് 0.5 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ 0.5 × 2 എത്രയാണ്? 1. ക്ലിയർ അല്ലേ? അപ്പോൾ 1:3:25 എന്ന് കിട്ടി. അതായത് 25 + 3 + 1 ടോട്ടൽ 29 യൂണിറ്റ് ആണ് എന്ത്? 116 എന്ന് പറയുന്നത്. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 116 ÷ 29. അതായത് എന്താണ്? 4 വരും. 1 യൂണിറ്റ് 4 ആണെന്ന് കിട്ടി. ഇത്രയും ക്ലിയർ ആണല്ലോ? 1 യൂണിറ്റ് 4 ആണെന്ന് കിട്ടി. എന്താ ചെയ്തത്? അതായത് രമേശിൻ്റെ കയ്യിൽ 50 പൈസയുടെയും 1 രൂപയുടെയും 5 രൂപയുടെയും നാണയങ്ങൾ യഥാക്രമം 2:3:5 എന്ന അനുപാതത്തിൽ കൈവശം വെച്ചിരിക്കുന്നു. ആകത്തുക 116. 2:3:5 എന്നുള്ളത് കോയിൻസിൻ്റെ റേഷ്യോ ആണ്. തെറ്റിപ്പോവരുത്. കാരണം നിങ്ങൾ അത് എമൗണ്ടുമായിട്ട് ടാലി ചെയ്യാനുള്ള, അല്ലെങ്കിൽ എമൗണ്ടുമായിട്ട് നിങ്ങൾ എന്താണ് അത് കൺസിഡർ ചെയ്യാനുള്ള അല്ലെങ്കിൽ വിചാരിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അത് മാറിപ്പോവരുത്. നമ്മൾ എന്ത് ചെയ്യണം? ആ കോയിൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? എമൗണ്ടിൻ്റെ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ എമൗണ്ടിൻ്റെ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്താണ് ഈ പറയുന്ന 1:3:25 എന്ന് പറയുന്നത്. അങ്ങനെ 29 യൂണിറ്റ് 116 ആണെന്ന് കിട്ടി. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 116 ÷ 29 4. ഇതുവരെ ക്ലിയർ ആണ്. 1 യൂണിറ്റ് 4 ആണെന്ന് കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കണത്? അവനുള്ള 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര? ആദ്യം 50 പൈസയായിട്ട് എത്ര റുപ്യ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതായത് അതിനകത്തുള്ള മൊത്തം 50 പൈസയും പെറുക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. 1 യൂണിറ്റ് 4 ആണെങ്കിൽ 50 പൈസയുടെ യൂണിറ്റ് എത്രയാണ്? 1. 4 × 1 4 തന്നെ കിട്ടും. ഓക്കെ, 4 × 1 4. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? 4 റുപ്പീസ് കേട്ടോ. ഇത് 4 എണ്ണം അല്ല പറഞ്ഞേക്കുന്നത്, റുപ്പീസാണ്. അതായത് അതിനകത്തുള്ള എല്ലാ 50 പൈസയും പെറുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 രൂപ കിട്ടും. ക്ലിയർ? 4 രൂപ കിട്ടും. ചോദിച്ചേക്കുന്നത് എന്താണ്? എത്ര 50 പൈസ നാണയങ്ങളുടെ എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ അവനുള്ള 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര? അതായത് അങ്ങനെ എന്താണ് 50 പൈസ പെറുക്കി നമുക്ക് 4 രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര 50 പൈസ അതിനകത്ത് ഉണ്ടാവും? 2 50 പൈസ ചേരുന്നതല്ലേ 1 രൂപ എന്ന് പറയണത്. ഓക്കെ, അപ്പം 4 രൂപയാവണമെങ്കിൽ 4 × 2 ÷ 1, അതായത് 4 × 2 ÷ 1 എത്ര വന്നു? 8. ക്ലിയർ അല്ലേ? 4 × 2 ÷ 1 8. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. PQ എന്നിവരുടെ വരുമാനങ്ങളുടെ അനുപാതം 3:4 ആണെന്നും അവരുടെ ചിലവുകളുടെ അനുപാതം 2:3 ആണെന്നും ഇരുവരും 6000 രൂപ ലാഭിക്കുന്നുവെങ്കിൽ പിയുടെ വരുമാനം എത്ര? ഓക്കെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇൻകം ഈസ് ഈക്വൽ ടു, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ഇൻകം ഈസ് ഈക്വൽ ടു expenditure plus savings. Income is equal to expenditure plus savings. ഓക്കെ, ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ
എക്സ്പെൻഡിച്ചർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻകം മൈനസ് സേവിങ്സ്. അതുപോലെ സേവിങ്സ് കാണാൻ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. ഇത് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് പല കാര്യത്തിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഫോർമുലയാണ്. അതായത് വേറൊന്നുമില്ല, ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ചിലവുകൾ പ്ലസ് നമ്മുടെ സേവിങ്സ്. അതായത് ഉദാഹരണത്തിന് ഞാൻ 100 രൂപ ഇപ്പം ഞാൻ എന്താണ്, എൻ്റെ ചിലവെന്ന് പറയുന്നത് 80 രൂപയാണെന്ന് വിചാരിക്കുക. 20 രൂപ ഞാൻ സേവ് ചെയ്തു. അപ്പോൾ ഞാൻ എത്ര രൂപ ഇൻകം വാങ്ങിച്ചു? 80 + 20 100. ഓക്കെ, എൻ്റെ കയ്യിൽ 1000 രൂപ ഞാനൊരു പണി ചെയ്തു. അപ്പോൾ എനിക്കൊരു 1000 രൂപ കിട്ടി. അതിലൊരു 600 രൂപ ഞാൻ ചിലവാക്കി. ഇനി എൻ്റെ ബാക്കി എത്ര രൂപ എൻ്റെ കയ്യിലുണ്ട്? 400 രൂപയുണ്ട് അല്ലേ? 1000 - 600 400 രൂപ. ആ 400 രൂപയാണ് എന്ത്? എൻ്റെ സേവിങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ഒരു സാധനം പഠിച്ചു വെച്ചാൽ മതി. ഇതൊന്ന് നോട്ട് ചെയ്ത് വിടുക. നോട്ട് ചെയ്തല്ലോ? ഓക്കെ ഓക്കെ ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുന്നത്, ഇവരുടെ വരുമാനത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3x 4x ആണ്. ഓക്കെ, ഇവരുടെ സേവിങ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സേവിങ്സ് അല്ല, ഇവരുടെ ചെലവുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. ഇവർ രണ്ടുപേരും എത്ര സേവ് ചെയ്യുന്നുണ്ട്? 6000 രൂപ സേവ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതായത് ഇവർ രണ്ടുപേരും 6000 രൂപ സേവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല പ്രകാരം എക്സ്പെൻഡിച്ചർ കാണാൻ ഇൻകം മൈനസ് സേവിങ്സ് ചെയ്താൽ പോരെ. ഇൻകം എന്ന് പറയുന്നത് 3x ആണെങ്കിൽ -6000. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? സേവ് ചെയ്യുന്നുണ്ട്. എത്ര രൂപ? 6000 രൂപ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3x - 6000 ഡിവൈഡഡ് ബൈ 4x - 6000 = 2/3. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3x × 3 9x -6000 × 3 എത്രയാണ്? 18000 = 4x × 2 8x -12000. ഓക്കെ, അപ്പോൾ ഈ x ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? 8x ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -8x ആവും. അതായത് 9x - 8x 1x, അതായത് x തന്നെ. ഇനി ഈ 18000 അങ്ങോട്ടേക്ക് പോകുമ്പോഴോ +18000 ആവും. അതായത് -12000 +18000 6000. എക്സിൻ്റെ വാല്യൂ 6000 എന്ന് കിട്ടി. ഇനി ചോദിച്ചേക്കണം എന്താണ്? പിയുടെ വരുമാനം എത്ര? പിയുടെ റേഷ്യോ എത്രയാണ്? 3x അല്ലേ? അപ്പോൾ 3 × 6000 എത്ര വരും? 18000. എത്രയാണ് ഓപ്ഷൻ സി 18000. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ഫോർമുല മറക്കണ്ട, അതങ്ങോട്ട് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, അടുത്ത് രണ്ട് സംഖ്യകൾ മൂന്നാമത്തെ സംഖ്യയെ അപേക്ഷിച്ച് യഥാക്രമം 20% 50% കൂടുതലാണ്. ആ രണ്ട് സംഖ്യകളുടെ അനുപാതം എത്ര? അതായത് ഇപ്പോൾ 3 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. 3 നമ്പർ ഉണ്ട്. ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ. ഇതിൽ മൂന്നാമത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 100 ആണെന്ന് അങ്ങോട്ട് കൺസിഡർ ചെയ്യുക. മൂന്നാമത്തെ നമ്പർ 100 ആണെന്ന് അങ്ങോട്ട് മനസ്സിൽ വെക്കുക. അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞേക്കണത്? രണ്ട് സംഖ്യകൾ മൂന്നാമത്തെ ഒരു സംഖ്യ അപേക്ഷിച്ച് യഥാക്രമം 20% 50% കൂടുതലാണ്. അതായത് 100 × 20/100 എന്താണ്? 100 × 20% എത്രയാ? 20 ആണ്. അപ്പോൾ 100 + 20 120. ഓക്കെ, 100ൻ്റെ 20% എന്ന് പറയുന്നത് 20 തന്നെയാണ്. അപ്പോൾ 100ൻ്റെ 20% എന്ന് പറയുന്നത് 20 തന്നെയാണ്. അപ്പോൾ 100 + 20 120. അടുത്തത് 100ൻ്റെ 50% എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ 100 + 50 150. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഇസ്റ്റു സെക്കൻഡ് നമ്പർ എത്ര കിട്ടി? 120 = 150 കിട്ടി. കഴിഞ്ഞോ? ഒന്നും കൂടെ കട്ട് ഷോട്ട് ചെയ്തൂടെ? ഈ 2 0 പോയി കഴിഞ്ഞാൽ 12:15 വരും. ഒന്നും കൂടെ കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റില്ലേ? ഏതിൽ പോവും? 3-ൽ പോവും. 12 ÷ 3 4. ഓക്കെ, 15 ÷ 3 5. 4:5 ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു തുക ABCD എന്നിവർക്കിടയിൽ 5:2:4:3 എന്ന അനുപാതത്തിൽ വിതരണം ചെയ്യേണ്ടതാണ്. സിന് ഡിയേക്കാൾ 1000 രൂപ കൂടുതലായി ലഭിക്കുന്നുവെങ്കിൽ ബിയുടെ വിഹിതം എത്ര? അതായത് A:B:C:D റേഷ്യോ എന്ന് പറയുന്നത് 5:2:4:3 ആണ്. അതായത് 5 യൂണിറ്റ്, 2 യൂണിറ്റ്, 4 യൂണിറ്റ്, 3 യൂണിറ്റ് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 5x, 2x, 4x, 3x അങ്ങനെ എഴുതാം. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സിന് ഡിനേക്കാൾ 1000 രൂപ കൂടുതലാണ്. സിയുടെ യൂണിറ്റ് എത്രയാണ്? 4 യൂണിറ്റ് മൈനസ് 3 യൂണിറ്റ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? 1000-ന് ഇക്വലൻ്റ് ആണ്. ഈ റേഷ്യോൻ്റെ കളി എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്താണ്? 1 യൂണിറ്റ് എങ്ങനെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 1 യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ, പിന്നെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 1 യൂണിറ്റ് 1000 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ബിയുടെ വിഹിതം. ബിയുടെ ഷെയർ എത്രയാ? അല്ല, ബിയുടെ റേഷ്യോ എത്രയാ? 2. 1000 × 2. 1000 ഇൻറ്റു നോക്കിക്കേ, 1000 × 2 എത്ര വന്നു? 2000. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി 2000. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? വളരെ സിമ്പിളാണ്. 1 യൂണിറ്റ് കണ്ടുപിടിച്ചാൽ നമുക്കെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു തുക ABCD എന്നിവർക്കിടയിൽ 5:2:4:3 എന്ന അനുപാതത്തിൽ വിതരണം ചെയ്യേണ്ടതാണ്. സിന് ഡിനേക്കാൾ 1000 രൂപ കൂടുതലായി ലഭിക്കുന്നുവെങ്കിൽ ബിയുടെ വിഹിതം എത്ര? അപ്പോൾ സിയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് 1000 ആണ്. അവിടെ റേഷ്യോയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 യൂണിറ്റ് മൈനസ് 3 യൂണിറ്റ്, 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് ആണ് എന്ത്? 1000-ന് ഇക്വലൻ്റ് ആണ്. 1000 ഇൻറ്റു എത്ര കാണണം? ബിയുടെ റേഷ്യോ എത്രയാ? 2. 1000 × 2 2000. അപ്പം ബിയുടെ വിഹിതം എന്ന് പറയുന്നത് 2000 ആണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, റൈറ്റ്. 3 സംഖ്യകൾ 2:5:7 എന്ന അനുപാതത്തിലാണ് ഉള്ളതാണ്. അവയുടെ ആകെ തുക 280-ൻ്റെ പകുതിയാണ്. അതായത് 140. 280-ൻ്റെ പകുതി എത്രയാണ്? 140. അതായത് 2 യൂണിറ്റ് പ്ലസ് 5 യൂണിറ്റ് പ്ലസ് 7 യൂണിറ്റ് എന്ന് പറയുന്നത് 140 ആണ്. ഓക്കെ, 140 ആണ്. അപ്പോൾ 2 യൂണിറ്റ് പ്ലസ് 5 യൂണിറ്റ് പ്ലസ് 7 യൂണിറ്റ് എത്ര വന്നു? 14 യൂണിറ്റ് എന്ന് പറയുന്നത് 140 ആണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 140/14 എത്രയാണ്? 10. 1 യൂണിറ്റ് 10 ആണെന്ന് കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 3 സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യയുടെ വർഗം എത്ര? വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ എത്ര? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു നമ്പർ ഇങ്ങനെ 2:5:7 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 7 ആയിരിക്കും. അതായത് ഏറ്റവും വലിയ റേഷ്യോ കിട്ടിയിരിക്കുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ നമ്പർ. ഏറ്റവും ചെറുത് കിട്ടിയിരിക്കുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും ചെറിയ നമ്പർ. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ 10 × 2 എത്രയാ? 10 × 2 എത്രയാ? 20. ഇതിൻ്റെ സ്ക്വയർ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ വർഗം, അതായത് സ്ക്വയർ കാണാൻ 20 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? 400 വരും. 400. ഓപ്ഷൻ സി 400. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ? ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, റൈറ്റ്. ഓക്കെ, അടുത്ത് XYZ എന്നിവർ ചേർന്ന് ഒരു ജോലി പൂർത്തിയാക്കി 210 രൂപ സമ്പാദിക്കുന്നു. XYZ എന്നിവർ ചെയ്ത ജോലിയുടെ അനുപാതം 4:6:5 ആണെങ്കിൽ സെഡിന് ലഭിക്കുന്ന തുക എത്ര? നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പണിക്ക് വന്നെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വന്നെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാൾ ചെയ്ത ജോലിയുടെ അനുസരിച്ചിട്ടല്ലേ നിങ്ങൾ പൈസ കൊടുക്കുള്ളൂ. കൂടുതൽ ജോലി ചെയ്യുന്നവന് കൂടുതൽ പൈസ കൊടുക്കണം, അങ്ങനെയല്ലേ വേണ്ടത്? അല്ലാതെ കുറഞ്ഞ ജോലി ചെയ്തവന് കൂടുതൽ പൈസ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ് അവരുടെ ജോലിയുടെ അനുപാതം എന്ന് പറഞ്ഞാൽ 4:6:5 ആണ്. അപ്പോൾ ഈ പറയുന്ന 6 യൂണിറ്റ് വാങ്ങിച്ച കക്ഷിക്കാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ പൈസ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? സെഡിന് ലഭിക്കുന്ന തുക എത്ര? ഓക്കെ, അപ്പോൾ എത്രയാണ് ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത്? 4 യൂണിറ്റും 6 യൂണിറ്റും 5 യൂണിറ്റുമാണ്. ടോട്ടൽ എത്ര വന്നു? 15 യൂണിറ്റ്. ഓക്കെ, 15 യൂണിറ്റ് ആണ് എന്ത്? 210 എന്ന് പറയുന്നത്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര വരും? 210 ÷ 15. 15 × 1 15, 6 5 സോറി 4 14 വരും. സോറി, 210 ÷ 15 എത്ര വന്നു? 14 വന്നു.
14 വന്നു. ഒരു യൂണിറ്റ് 14 പറഞ്ഞു. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? സെറ്റിന് ലഭിക്കുന്ന തുക, സെറ്റിന് ലഭിക്കുന്ന റേഷ്യോ, സെറ്റിൻ്റെ റേഷ്യോ എത്രയാ? 5. അപ്പോൾ 14 × 5 70. ഓപ്ഷൻ സി 70 rupees. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ചതുർഭുജത്തിലെ കോണുകളുടെ അനുപാതം എന്ന് പറയുന്നത് 3:5:9:13 ആണെങ്കിൽ ഏറ്റവും വലിയ ആംഗിൾ എന്താണെന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ, ഏറ്റവും വലിയ കോണ് എന്ത് ചെയ്യുക? കണ്ടെത്തുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് ചതുർഭുജം എന്ന് പറയുന്നത്? ചതുർഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡിലാറ്ററാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കോഡിലാറ്ററിൻ്റെ സം എത്ര ആയിരിക്കും? ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്ര ആയിരിക്കും? 360 ആയിരിക്കും. ഓക്കെ, അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അതായത് ഒരു ചതുർഭുജത്തിൻ്റെ കോണുകളുടെ അനുപാതമല്ലേ ഈ 3:5:9:13 എന്ന് പറയണത്? അതായത് 3 യൂണിറ്റ് പ്ലസ് 5 യൂണിറ്റ് പ്ലസ് 9 യൂണിറ്റ് പ്ലസ് 13 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? 360 ഇക്വലൻ്റ് ആണ്. കാരണം ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360, 360. ഓക്കെ, അപ്പോൾ 3 × 5 8, 8 × 8 9 എത്രയാണ്? 17. 17 × 3 30 യൂണിറ്റ് ആണ് 360. ഒരു യൂണിറ്റ് 360 ഡിവൈഡഡ് ബൈ 30 എത്ര വന്നു? 12. ഒരു യൂണിറ്റ് 12 ആണ്. ഇനി എന്താ പറഞ്ഞേക്കണത്? ഇതിലെ ഏറ്റവും വലിയ കോൺ ഏതാണെന്നുള്ളത് കണ്ടെത്തുക. ഏറ്റവും വലിയ കോൺ ഏതാണ്? 13x അല്ലെങ്കിൽ 13 യൂണിറ്റ് ആയിരിക്കും. ഒരു യൂണിറ്റ് 12 ആയ സ്ഥിതിക്ക് 13 യൂണിറ്റ് 12 × 13 156. 156. ഓപ്ഷൻ സി 156. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഈ ട്രയാങ്കിളിൻ്റെയും ട്രയാങ്കിൾ ഇൻറ്റീരിയർ ആംഗിൾസ് സമ്മും അതുപോലെ തന്നെ ക്വാഡ്രിലാറ്ററിൻ്റെയും അതുപോലെ തന്നെ ട്രയാങ്കിളുടെ പെരിമീറ്റർ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഒരു ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളുടെ നീളത്തിൻ്റെ അനുപാതം 2:3:4 ആണെന്നും അതിൻ്റെ ചുറ്റളവ് 63 സെൻറ്റിമീറ്റർ ആണെന്നുമെങ്കിൽ ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം കണ്ടെത്തുക. അതായത് ഈ ചുറ്റളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ ആണ്. അതായത് പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഈ സൈഡ് എ, ഈ സൈഡ് ബി, ഈ സൈഡ് സി. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതിൻ്റെ ഓരോ ഓരോ സൈഡിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അതിൻ്റെ സമ്മായിരിക്കും. ഇത് എ സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഇത് ബി സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഇത് സി സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 + 5 + 2, അതായത് 13 ആയിരിക്കും എന്ത്? ഇതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇതറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് പറഞ്ഞേക്കണം എന്താണ്? ഇതിൻ്റെ ചുറ്റളവിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2 യൂണിറ്റ് 3 യൂണിറ്റ് 4 യൂണിറ്റ് ആണ്. അതായത് ടോട്ടലി 9 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? 63 ഇക്വലൻ്റ് ആണ്. 9 യൂണിറ്റ് എന്ന് പറയുന്നത് 63 ഇക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 63 ഡിവൈഡഡ് ബൈ 9 7. 63 ഡിവൈഡഡ് ബൈ 9 7. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം കണ്ടെത്തുക. ഏറ്റവും വലിയ വശം ഏതാണ്? 2:3:4. അപ്പോൾ 4 ആയിരിക്കും എന്ത്? ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് 7 ആണെങ്കിൽ 4 യൂണിറ്റ് 7 × 4 28. ക്ലിയർ അല്ലേ? സെറ്റാണോ? എന്താ ചെയ്തത്? അതായത് ഒരു ത്രികോണത്തിൻ്റെ, ഒരു ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ സമ്മാണ്. ഓക്കെ, അപ്പോൾ ആ സൈഡിൻ്റെ റേഷ്യോ ആണ് 2:3:4. അതിൻ്റെ പെരിമീറ്റർ ആണ് 63. അതായത് 2 യൂണിറ്റ് പ്ലസ് 3 യൂണിറ്റ് പ്ലസ് 4 യൂണിറ്റ് എന്ന് പറയുന്നത് 9 യൂണിറ്റ് കിട്ടി. 9 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 63 ഇക്വലൻ്റ് ആണ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 63 ഡിവൈഡഡ് ബൈ 9 7. ഒരു യൂണിറ്റ് 7 ആണെന്ന് കിട്ടി. ഇനി അതിൻ്റെ ഏറ്റവും വലിയ കോണ് കാണാനായിട്ട്, ഏറ്റവും വലിയ കോൺ ഏതാണ്? ഏറ്റവും വലിയ സൈഡ് കാണാനായിട്ട് 7 × 4. 4 ആണ് എന്ത്? ഇതിലെ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത്. 7 × 4 28. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ,
അടുത്തത്, ഒരു മിശ്രിതത്തിൽ ഉപ്പിൻ്റെയും ആസിഡിൻ്റെയും അനുപാതം 5:7 ആണ്. മിശ്രിതത്തിൻ്റെ ആകെ ഭാരം 360 ഗ്രാം ആണെങ്കിൽ അതിലുള്ള ആസിഡിൻ്റെ ഭാരം വളരെ സിമ്പിളാണ്. എന്താണ് ഈ പറയുന്ന 5 യൂണിറ്റും 7 യൂണിറ്റും കൂടെ ചേർന്നാൽ നമുക്ക് എത്ര കിട്ടും? 12 യൂണിറ്റ് കിട്ടും. ആ 12 യൂണിറ്റ് എന്തിന് ഇക്വലൻ്റ് ആണ്? 12 യൂണിറ്റ് എന്തിന് ഇക്വലൻ്റ് ആണ്? 360 ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എത്ര കിട്ടും? 360 / 12 30 കിട്ടും. ഒരു യൂണിറ്റ് 30 ആണെന്ന് കിട്ടി. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആസിഡിൻ്റെ ഭാരം, അതായത് ഉപ്പിൻ്റെയും ആസിഡിൻ്റെയും ഭാരമാണ് 5:7. അതായത് ഇത് ഉപ്പ്, സാൾട്ട്, 7 എന്ന് പറയണത് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ ഭാരമല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഒരു യൂണിറ്റ് 30 ആണെങ്കിൽ ആസിഡിൻ്റെ വാല്യൂ 7 × 30. 7 × 30 210. 210 ആണ് എന്ത്? ഓപ്ഷൻ ബി, 210 ഗ്രാം ആണ് എന്ത്? ആസിഡിൻ്റെ ഭാരമെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ? അത് ഓക്കെ, ഡൗട്ടില്ലല്ലോ? ഓക്കെ. അടുത്ത്, ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം 4:5 ആണ്. സ്കൂളിൽ ആകെ 90 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരിൽ എത്ര പെൺകുട്ടികളുണ്ട്? വളരെ 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 സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. നോക്കിയേ, ബോയ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയണത്, ബോയ്സിൻ്റെ കൗണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഗേൾസിൻ്റെ എന്താണ്? 5 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന 90 കുട്ടികളുള്ള ഈ സ്കൂളിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണത്തെ അതിൻ്റെ പരമാവധി വാല്യൂവിലേക്ക് കട്ട് ഷോട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് എന്ത്? 4:5 എന്ന് പറയുന്നത്. അതായത് ഈ 4 യൂണിറ്റ് എന്ന് പറയുന്നത് അവിടെ ആക്ച്വലി ഉള്ള ബോയ്സിൻ്റെ എണ്ണത്തിന് പാരലലായിരിക്കും. ഈ 5 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെയുള്ള ഗേൾസിൻ്റെ എണ്ണത്തിന് പാരലലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമ്മായിട്ടുള്ള 4 യൂണിറ്റും 5 യൂണിറ്റും ഇതിലെ ആ ക്ലാസ്സിലെ ടോട്ടൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് സമമല്ലേ? അതായത് 90ന് സമമല്ലേ? അതായത് 9 യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര കിട്ടും? 9 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 90 എന്ന് എഴുതിക്കൂടെ? 9 യൂണിറ്റ് എന്ന് പറയുന്നത് 90 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഒരു യൂണിറ്റ് എത്ര കിട്ടും? ഒരു യൂണിറ്റ് 90 ഡിവൈഡഡ് ബൈ ഒരു യൂണിറ്റ് 90 ഡിവൈഡഡ് ബൈ ഒരു യൂണിറ്റ്. ഞാൻ ഇവിടെ എഴുതണ്ടേ? ഒരു യൂണിറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 9 10. ഒരു യൂണിറ്റ് 10 ആണെന്ന് കിട്ടി. എന്താ ക്വസ്റ്റ്യൻ? എന്താ? എത്ര പെൺകുട്ടികൾ ഉണ്ടെന്നല്ലേ? പെൺകുട്ടികൾ ഇസ്റ്റു ആൺകുട്ടികൾ ഇസ്റ്റു പെൺകുട്ടികൾ റേഷ്യോ എത്രയാ? 4:5. പെൺകുട്ടികളുടെ റേഷ്യോ എത്രയാണ്? 5. ഒരു യൂണിറ്റ് എത്രയാണ്? 10. 10 × 5 50. ക്ലിയർ? സെറ്റ് അല്ലേ? ഓക്കെ. 17ാമത്തെ ക്വസ്റ്റ്യൻ, 2 സംഖ്യകളുടെ വ്യത്യാസം 60 ആണ്. അവയുടെ അനുപാതം 5:3 ആണ്. ആ 2 സംഖ്യയുടെ ഗുണനഫലം കണ്ടെത്തുക. ഗുണനഫലം എന്നാണ്, ഗുണനഫലം കണ്ടെത്തുക. അതായത് എന്താണ് ഈ 60 എന്ന് പറയുന്നത്? 2 സംഖ്യകളുടെ വ്യത്യാസമാണ് എന്ത്? 60 എന്ന് പറയുന്നത്. ആ 2 സംഖ്യയുടെ റേഷ്യോ എത്രയാ? 5x അല്ലെങ്കിൽ 5 യൂണിറ്റും 3 യൂണിറ്റും അല്ലെങ്കിൽ 3x. എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ, യൂണിറ്റെന്നോ എക്സെന്നോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 5x - 3x എത്ര കിട്ടിയേ? 2x കിട്ടി. ഈ 2xന് ഇക്വലൻ്റ് ആണ് എന്ത്? 60 എന്ന് പറയുന്നത്. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? ആ 2 സംഖ്യകളുടെ വ്യത്യാസം 60 ആണ്. അവയുടെ അനുപാതം 5:3 ആണ്. അതായത് ആ 2 സംഖ്യകളുടെ റേഷ്യോ ആണ് 5:3 എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഡിഫറൻസ് ആയിട്ടുള്ള 2x എന്ന് പറയുന്നത്, അതായത് 5x - 3x 2x എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? 60ന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടാൻ 60 ഡിവൈഡഡ് ബൈ 2 30 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? 60 ഡിവൈഡഡ് ബൈ 2 30 ചെയ്താൽ മതി. ഇനി ഈ പറയുന്ന 2 സംഖ്യകളൊന്ന് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചേ. ഒരു യൂണിറ്റ് 30 ആയിട്ടുള്ള സ്ഥിതിക്ക് ഇത് എത്രയായിരിക്കും? 30 × 5 150. 30 × 5 150. ഇതെത്രയായിരിക്കും? 30 × 3 90. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആ 2 സംഖ്യയുടെ ഗുണനഫലം, അതായത് 150 × 90. അതായത് എത്ര വരിക? 15 × 9 എത്ര ചെയ്തേ? എത്ര വന്നേ? 4. 9 × 1 13. ബാക്കി 2 0 കൂടെ ചേരുമ്പോൾ 13,500. അതായത് ഓപ്ഷൻ എ 13,500. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ.
അതായത് ഒന്നുമില്ല, രണ്ട് സംഖ്യകളുടെ വ്യത്യാസമാണ് 60, അവരുടെ അനുപാതമാണ് 5:3, അതായത് 5 യൂണിറ്റ് അല്ലെങ്കിൽ 5x 3x. അതിൻ്റെ വ്യത്യാസമായിട്ടുള്ള 2x എന്ന് പറയുന്നത് 60 ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് 30 ആണെന്ന് കിട്ടി. 30 × 5 150, വലിയ സംഖ്യ 150 ആണെന്ന് കിട്ടി. 30 × 3 90, ചെറിയ സംഖ്യ 90 ആണെന്ന് കിട്ടി. ഇനി അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനഫലം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150 × 90 13500 സെറ്റ്. ക്ലിയർ? ഓക്കെ. അടുത്ത വളരെ സിമ്പിളാണ് അല്ലേ. 0.16നും 0.64നും ഇടയിലുള്ള മധ്യാനുപാതം മീൻ പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കുക. മീൻ പ്രൊപ്പോർഷണൽ കാണാൻ എന്താ ചെയ്യേണ്ടത്? റൂട്ട് എ ബി അതായത് റൂട്ട് 0.16 × 0.64. പക്ഷെ ഇത് രണ്ടും എന്താണ്? നമുക്കൊരു സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഡയറക്റ്റ്ലി കാണാം അല്ലേ. 0.16 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ്? 0.4ൻ്റെ എന്താണ് സ്ക്വയർ ആണ്. ഇനി 0.64 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ്? 0.8ൻ്റെ സ്ക്വയർ ആണ്. അതായത് 0.4, പോയിന്റ് ഇടാൻ മറക്കല്ലേ. 0.4 × 8 എന്ന് പറയുന്നത് എത്ര വരും? 0.32 അല്ലെങ്കിൽ 0.32 എന്ന് പറയും. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. റേഷ്യോ മറക്കണ്ട. അതായത് എങ്ങനെയാണ് മീൻ പ്രൊപ്പോർഷണലിൻ്റെ ഫോർമുല മറക്കണ്ട. റൂട്ട് എ ബി ആണെന്ത്? മീൻ പ്രൊപ്പോർഷണൽ കാണാനുള്ള ഫോർമുല. അതായത് ഇതാണ് എ, ഇതാണ് ബി. റൂട്ട് 0.16 × റൂട്ട് 0.16 × 0.64. ഓക്കെ. ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. P/Q/R = 2:3:4. P/Q/Q/R/RIP കണ്ടെത്തുക. അതായത് Pൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? Pൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. Qൻ്റെ വാല്യൂ 3 ആണ്, Rൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ P/Q എന്ന് പറയുമ്പോൾ Pൻ്റെ വാല്യൂ ആയ 2 Qൻ്റെ വാല്യൂ എത്രയാ? 3. ഇനി Q/R എന്ന് പറയുമ്പോൾ Qൻ്റെ വാല്യൂ ആയ 3 Rൻ്റെ വാല്യൂ ആയ 4. R/P എന്ന് പറയുമ്പോൾ Rൻ്റെ വാല്യൂ ആയ 4, Pൻ്റെ വാല്യൂ ആയ 2. ക്ലിയർ? സെറ്റല്ലേ? ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ റേഷ്യോ കാണാനുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? എങ്ങനെ ചെയ്യണം? ആദ്യം ഈ ഡിനോമിനേറ്ററിൻ്റെ LCM കാണുക. 3ൻ്റെയും 4ൻ്റെയും 2ൻ്റെയും LCM എത്രയാണ്? 12 ആണ്. LCM എന്ന് പറയുന്നത് 12 ആണ്. ആ 12നെ നിങ്ങൾ എന്ത് ചെയ്യണം? 12 / 3, അതായത് ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 12 / ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എത്രയാ? 3. 12 / 3 4. ആ 4 × 2, അതായത് ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 4 × ന്യൂമറേറ്റർ എത്രയാ? 2. അപ്പോൾ എന്താ ചെയ്തത്? ഈ 3ൻ്റെയും 4ൻ്റെയും 2ൻ്റെയും LCM എടുത്തു. 12 / ഡിനോമിനേറ്റർ 3 ചെയ്തു. നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. ആ 4നെ × 2, അതായത് ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് കിട്ടി 8. നെക്സ്റ്റ് 12 / ഡിനോമിനേറ്റർ എത്രയാ? 4. 12 / 4 എത്രയാണ്? 3 ആണ്. 3 × ന്യൂമറേറ്റർ എത്രയാ? 3 തന്നെയാണ്. 3 × 3 9, 8:9. അടുത്തത് 12 / ഡിനോമിനേറ്റർ 6. 6 × ന്യൂമറേറ്റർ എത്രയാ? 4. 6 × 4 24, അതായത് 8:9:24. ഓപ്ഷൻ ഡി. ക്ലിയർ? സെറ്റാണ്. ഓക്കെ. അടുത്തത് ഹിതേഷിൻ്റെ വയസ്സ് 40 വയസ്സും റോണിക്ക് 60 വയസ്സുമാണ്. ഓക്കെ. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് അവരുടെ പ്രായങ്ങളുടെ അനുപാതം 3:5 ആയിരിക്കുക? അല്ലെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പ്രായങ്ങളുടെ അനുപാതം 3:5 ആയിരുന്നു? ഇതിനെ ഫോർമുല എഴുതി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒന്ന് എന്ത് ചെയ്താൽ മതി? ഓപ്ഷനിലൂടെ പോയാൽ പോരെ. ഓക്കെ. അതായത് 2 ആൾക്കും, അതായത് ഇപ്പോൾ ഹിതേഷിനാണെങ്കിലും റോണിക്കാണെങ്കിലും കുറയ്ക്കേണ്ടത് എന്താണ്? സെയിം വർഷമാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇവൻ്റെ വയസ്സ്, ഹിതേഷിൻ്റെ വയസ്സ് 40, റോണിയുടെ 60. അപ്പോൾ
ഇതിന്ന് ഈ ഓപ്ഷനിലുള്ള ഏത് കുറച്ചാൽ നമുക്ക് 3:5 കിട്ടുമെന്ന് നോക്കിയാൽ പോരെ. ഓക്കെ, നമുക്ക് ആദ്യം ടഫ് സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഒരു 5 കുറച്ച് നോക്കാം. 5 കുറയ്ക്കുമ്പോൾ എത്ര വരും? 35 ഇവിടെ 55 വരും. അപ്പോൾ റേഷ്യോ എത്ര വരും? 7:11 വരും. അതാണോ വേണ്ടത്? നമുക്ക് വേണ്ടത് 3:5 ആണ്. അപ്പോൾ ഇതല്ല. ഇനി ഒരു 20 വർഷം കുറച്ചാലോ? 20 വർഷം കുറച്ചാൽ 40-ന് 20 പോയി കഴിഞ്ഞാൽ 40-ന് 20 പോയി കഴിഞ്ഞാൽ എത്ര വരും? 20. 60-ന് 20 പോയാൽ 40. അപ്പോൾ 20:40, അതായത് 2:4 വരും. അതുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് 3:5 ആണ്. അപ്പോൾ ഇതുമല്ല. 10 വർഷം കുറച്ചാലോ? 40 വയസ്സുള്ള ഒരു ആളിൻ്റെ പ്രായത്തിൽ നിന്ന് എന്താണ് 10 വർഷം കുറച്ചാൽ എത്ര വരും? 30. 60-ന് 10 പോയാലോ? 50. അതായത് 3:5. നമുക്ക് ഇതന്നെയല്ലേ വേണ്ടത്, അല്ലേ? ഇതന്നെയല്ലേ വേണ്ടത്. അപ്പോൾ ആൻസർ 10 വർഷമാണ്. അതായത് ഓപ്ഷൻസിന് എടുത്ത് ചെയ്താൽ മതി. അത് ജസ്റ്റ് ഒരു കോമൺ, നമുക്ക് ഫോർമുലയൊക്കെ എഴുതി ചെയ്യുന്നതിനെക്കാട്ടും ഭേദം ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചും കൂടെ സമയം ലാഭിക്കാനും ഒക്കെ ഇത് തന്നെയായിരിക്കും ബെറ്റർ. നമ്മുടെ ഒരു എന്ത് ചെയ്യുക, ഒരു ലോജിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുന്നതും എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ PYQ സെഷൻസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.